ഹായ്, ഞാൻ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ വളരെ വിലപിടിപ്പുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അകത്തുനിന്ന് നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഹായ് ഗായ്സ്, ഞാൻ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ സാധനങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയതുമായ ഒരു സാധനമാണ് ആ ബോക്സിലുള്ളത്. ഞാനത് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയമായിരുന്നു, ഇത് ഇങ്ങനെ മോശമായി പോയിട്ടുണ്ടാവും. കാരണം നാട്ടിലെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം ഞാൻ ടെൻഷനിലായിരുന്നു. 1 വർഷത്തോളം അത് എൻ്റെ അൾമാരയിൽ വെച്ചു. ഇന്ന് അത് ഞാൻ പൊടി തട്ടി പുറത്തെടുത്തു. സോറി, പൊടിയൊന്നും പറ്റിയിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നല്ല അടിപൊളിയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊടിയും ഒരു ഡാമേജോ ഒന്നുമില്ല. അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അങ്ങനെ എൻ്റെ ഒരു ശീലമാണ് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വെക്കാം. അപ്പൊ ഇത് ഡി ജെ കോഴ്സ് ഞാൻ പഠിച്ചപ്പോ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഇലക്ട്രോണിക് മ്യൂസിക് പഠിച്ചു. അത് ഞാൻ സ്വന്തമായിട്ടൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ചെറിയ രീതിയിലാണ്. ഞാൻ എൻ്റെ സ്വന്തം മ്യൂസിക് ഒക്കെ ഇനി അങ്ങോട്ട് യൂട്യൂബിൽ ഇടാം. എൻ്റെ സ്വന്തം മ്യൂസിക് ഞാൻ ചെയ്തത് 2022-ലും 2023-ലുമാണ്. അതായത് ഇന്നലെ ആക്കിയതൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ മേഖലയും, അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന മേഖലയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഉള്ള കഴിവുകൾ ഇങ്ങനെ പുറത്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു DJ ഒന്നും ആയിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാക്ടീസ് അല്ല, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു യൂറോപ്പിൽ. ഇപ്പൊ ഇനി ഞാൻ ഇവിടുന്നത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതെൻ്റെ DJ കൺട്രോളറിൻ്റെ കവറാണ് കേട്ടോ, ബാഗ്. അപ്പോൾ അതിൽ നല്ല സേഫായിട്ട് വെക്കാൻ പറ്റും. ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ചുള്ള സംഭവമെല്ലാം ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്യുമ്പം കൊണ്ട് കിടക്കുമ്പോൾ ഒന്നും ഡാമേജ് ഒന്നും വരില്ല. അപ്പം ഈ ഒരു ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമ്പം ഇങ്ങനെ നല്ലതുപോലെ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പാക്ക് ചെയ്തിട്ട് കെട്ടിയിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. അത് ഇപ്പോഴാണ് ഞാൻ അഴിച്ച് നോക്കുന്നത്. ഇപ്പോഴും മീൻസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ 2-3 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് വിറ്റിട്ടുണ്ടായത്. അത് കുറച്ച് വില കൂടിയ സാധനമാണ്. ഇത് എനിക്കൊന്ന് FLX 6 ആണെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഞാൻ ആദ്യം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ സത്യമായിട്ടും കുറച്ചൊക്കെ മറന്നുപോയി. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ ഞാൻ. അപ്പം എനിക്ക് ഇതൊരു DJ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊന്നല്ല. പക്ഷേ എനിക്ക് മ്യൂസിക് ഒരു കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്പീക്കർ വേറെ പാക്ക് ചെയ്ത് ഞാൻ അതെല്ലാം പുറത്തേക്ക് എടുത്തു. ഇതിൽ നമുക്ക് ഈ DJൻ്റെ ഈ ഒരു സാധനം മാത്രം കണക്ട് ചെയ്താലേ ഈ സ്പീക്കർ വർക്കാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ബ്ലൂടൂത്ത് വഴിയൊന്നും ഇത് വർക്കാവില്ല. ഹെഡ്സെറ്റ് ഉണ്ടായി. ഹെഡ്സെറ്റ് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ എവിടെയോ വെച്ച് ഞാൻ നഷ്ടപ്പെടുത്തി. ഇത് നല്ല ഹെഡ്സെറ്റാണ്. കുറേ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് യൂട്യൂബിലൂടെ കൂടെയാണ്. അപ്പം ഞാൻ DJ കോഴ്സ് പഠിച്ചപ്പോൾ എൻ്റെ ടീച്ചർ എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ, അതിലൂടെയാണ് ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായത്. പിന്നെ എനിക്കിതിനിപ്പം ടെസ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയാണോ ഇത് ഇപ്പം ലൈവെല്ലാം ഇട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അതുപോലെ ഇപ്പം എടുത്തു വെക്കുക. ഓരോന്നും ഞാൻ മറന്നുപോയി. അപ്പോൾ പണ്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇടലില്ല. അപ്പോൾ അതിൽ ഞാൻ നോക്കി ഞാൻ എന്തൊക്കെ കണക്ഷൻസാണ് കൊടുത്തിട്ടുണ്ട്, ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് ഞാൻ ഓരോന്നായിട്ട് ഞാൻ അത് ഫിക്സാക്കി. അവസാനം ഇത് ഞാൻ പാടിച്ചിട്ടുണ്ടായി. അങ്ങനെ കേബിൾ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് പഴയ മലയാളം കോമഡി എൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. അത് ഞാൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് ആദ്യം. അതിന് ശേഷമാണ് മ്യൂസിക് ഞാൻ കൊടുക്കാൻ നോക്കിയത്. ഹലോ ഗൈസ്, അപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. നല്ല സൗണ്ട് ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറന്നുപോയി. എനിക്കിത് ഇനി ഒന്നേന്ന് തുടങ്ങണം. നമുക്ക് നോക്കാം. അപ്പം
അപ്പം ഗൈസ് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പം ഇതാ അവിടെ മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാപ്ടോപ്പില്. നമുക്ക് വീണ്ടും ശ്രമിക്കാം. അപ്പൊ നമ്മള് ആ ട്രാക്ക് ഇത് പാടുന്നുണ്ട്. ഇനി ഇപ്പുറത്തേത് പാടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് അതേ സൗണ്ടിൽ പാടിയിട്ടുണ്ട്. ഞാനിത് ഏകദേശം 1 വർഷം ഇതൊക്കെ പൂട്ടിക്കെട്ടി വെച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഭഗവാൻ ഇത് വർക്ക് ചെയ്യൂലേ, കാരണം നമ്മളെ നാട്ടില് മഴയൊക്കെ അല്ലേ, ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, എല്ലാം പോയോ, ചീത്തയായി പോയോ ഭഗവാനെ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ചെലവാക്കിയ പൈസക്ക് എനിക്ക് നഷ്ടം വന്നില്ല. ഐ എം വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ മ്യൂസിക് എല്ലാം എൻ്റെ പെൻഡ്രൈവിലുണ്ട്. ഞാനത് പതുക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരാം. എല്ലാം ഇലക്ട്രോണിക് മ്യൂസിക് ആണ്. പിന്നെ ഞാൻ കവിത എഴുതും. ഞാൻ എഴുതിയ കവിത, മലയാളത്തിലുള്ള കവിത ഇംഗ്ലീഷിലാക്കിയിട്ട് ഒരാളെ കൊണ്ട് അത് ചെറിയ രീതിയിൽ പാടിപ്പിച്ചിട്ട് ഞാൻ മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പോസ്റ്റ് ചെയ്യാം.